ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ രാകേഷ് എത്തിച്ചേരി, സ്വാഗത പ്രാസംഗികൻ ശ്രീ മഹേഷ് അച്ചനാട്, എൻ്റെ ബഹുമാനിയ സുഹൃത്ത് കോൺഗ്രസിൻ്റെ സമന്വയനായ നേതാവ് ശ്രീ സാജിദ് മുഹമ്മദ്, ബഹുമാനായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ഷാഫി, ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശ്രീ വി കൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ശ്രീ സന്തൻ അച്ചനാട്, ശ്രീ അനൂപ് കല്യോട്ട, ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, ശ്രീ രാജേഷ് പള്ളിക്കര, ജവഹർ മഞ്ചിൻ്റെ ജില്ലാ ചെയർമാൻ, കണ്ണൂർ കരുവങ്കോട് പ്രവാസി കോൺഗ്രസ് നേതാവ് ശ്രീമതി യശോദ നാരായണൻ, ശ്രീ ജയശ്രീ മാധവ്, വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച് ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിരിക്കുന്ന വളരെ ബഹുമാനിയായ എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ ഇതിൽ പങ്കെടുക്കാൻ എത്തിയ ആളുകൾ വിവിധ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ വിശ്വസിക്കുന്നവരാണ് എന്നെനിക്കറിയാം. അതുകൊണ്ട് ഈ വേദി രാഷ്ട്രീയം സംസാരിക്കാനായി ഞാൻ ഉപയോഗിക്കുന്നില്ല. ഞാൻ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ വളരെ ബുദ്ധിമുട്ടിട്ടാണ് എത്തിയത്. ഇന്നലെ മിനിഞ്ഞാന്നുമായി ഡൽഹിയിൽ ഫുഡ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മീറ്റിംഗുമായി കണ്ണൂരേക്ക് വരാൻ ഒരേ ഒരു വിമാനമുള്ളത് 1.5 മണിക്ക് ഡൽഹിയിൽ നിന്ന് പുറപ്പെടും. 1.5 മണിക്ക് പുറപ്പെടുകയാണെങ്കിൽ 2 മണിക്ക് മുമ്പ് എയർപോർട്ടിൽ ചെല്ലും. മീറ്റിങ്ങിൽ പങ്കെടുക്കാനാവില്ല എന്നുള്ളതുകൊണ്ട് ഇന്നലെ വൈകിട്ട് 6 മണിക്ക് ഫ്ലൈറ്റ് കൊച്ചിയിൽ വന്നു. 9 മണിക്ക് കൊച്ചിയിൽ ഇറങ്ങി അവിടെ നിന്ന് രാത്രി 11:45 മണി വരെ ആലുവ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്ത് മാവേലി എക്സ്പ്രസ് വിളിച്ചിട്ടാണ് രാവിലെ 6 മണിക്ക് കാണുന്നത്. പിന്നെ രാവിലെ 7:30 മണിക്ക് തിരുവനന്തപുരത്തേക്ക് വിസ്താരയുടെ ഒരു ഫ്ലൈറ്റ് ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് 11 മണിക്ക് പ്രത്യേകിച്ച് മറ്റുള്ള പരിപാടികളെക്കാൾ പ്രാധാന്യമുള്ളൊരു പരിപാടിയാണിത്. അതുകൊണ്ടാണ് കൃത്യസമയം എത്തിച്ചേരാൻ സാഹസികമായ യാത്ര നടത്തുന്നില്ല. ഹലോ, നമുക്കറിയാം പഴയ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും നമ്മളെല്ലാം ജീവിക്കുന്നത് ഇൻ്റർനെറ്റ് യുഗത്തിലാണ്. ഹലോ, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അതിർ വരമ്പുകൾ ചവിട്ടി നിരത്തിക്കൊണ്ട് ഹലോ കണ്ണോട്ടാ ലോകം ഒരു കൊച്ചു ഗ്രാമമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗ്ലോബൽ വില്ലേജ്. ആ വില്ലേജിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധങ്ങളൊക്കെ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കാലം. പഴയ കാലത്താണെങ്കിൽ കൂട്ടുകുടുംബ വ്യവസ്ഥയാണ്. ഒരു മുത്തശ്ശൻ, ഒരു മുത്തശ്ശി, അച്ഛൻ, അമ്മ, മക്കൾ. പഴയകാലത്തെ സ്ത്രീകൾ 10, 14, 15 ഒക്കെ പ്രസവിച്ചിരുന്ന കാലമുണ്ട്. 15 പ്രസവിക്കുന്ന സ്ത്രീകളുടെ ഗർഭപാത്രത്തിന് എപ്പോഴും യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ജനസംഖ്യ ലോകത്ത് ഏറ്റവും കൂടുതൽ ചൈനയിലാണ്. ഒരു സമയത്ത് ചൈനയെ കടത്തി വെട്ടി ഇന്ത്യ ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്ത് എത്തുമോ എന്നുള്ള ആശങ്ക വന്നപ്പോഴാണ് നമ്മൾ കുടുംബാസൂത്രണം കൊണ്ടുപോകും. കുടുംബാസൂത്രണത്തിൻ്റെ മുദ്രാവാക്യം തന്നെ കുട്ടികൾ 3 മതി എന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുട്ടികൾ 2 മാറി. പിന്നെ അത് കുറെ കൂടി പരിഷ്കരിച്ച് വന്നപ്പോൾ അണുകുടുംബ വ്യവസ്ഥയിലേക്ക് വന്നപ്പോൾ ആണായാലും കുട്ടി 1 മതി എന്ന്. പിന്നെ ഒരു കുഞ്ഞിക്കാല് കാണാൻ അമ്പലങ്ങളിൽ പോയി ഉരുളി നോക്കുന്ന ഹിന്ദുക്കളുണ്ട്. പള്ളികളിൽ പോയി നേർച്ച ചെയ്യുന്ന ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. വേളാങ്കണ്ണിയിൽ പോയി പ്രാർത്ഥന നടത്തുന്ന ആളുകളുണ്ട്. ഇന്ന് ആധുനിക സംവിധാനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ അല്ലാതെ തന്നെ കുട്ടികളെ കിട്ടാനുള്ള സംവിധാനങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു.
മനുഷ്യന്റെ ഒരു അണുകുടുംബ വ്യവസ്ഥ, അതായത് എന്നിലേക്ക് ഞാൻ ചുരുങ്ങുന്ന ഒരു വ്യവസ്ഥയെക്കുറിച്ച് പറയാനാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ രൂപത്തിലാണ് ജീവിതം. കലാകൗമുദിയുടെ അവസാനത്തെ പേജിൽ BJP സംസ്ഥാന പ്രസിഡന്റ് മുരളീധരൻ സ്വകാര്യമെന്ന പദവിയിൽ ഒരിക്കൽ എഴുതി, എൻ്റെ ഭാര്യ ഡോക്ടറാണ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുട്ടികളുണ്ടാകും, കുട്ടികൾ ഭാര്യയ്ക്ക് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഞങ്ങൾ കൂട്ടായി തീരുമാനമെടുത്തു, ഈ ജന്മം ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിലേക്ക് മൂന്നാമതൊരാൾ കടന്നു വരണ്ട, അതുകൊണ്ട് ഞങ്ങൾ തീരുമാനമെടുത്തു കുട്ടികൾ വേണ്ട. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ പ്രകാശ് കാരാട്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ വൃന്ദ കാരാട്ട്, കാരാട്ടും ഒരിക്കൽ ലേഖനത്തിൽ എഴുതി, ഞങ്ങൾക്ക് രണ്ടുപേർക്കും യാതൊരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് കുട്ടികളുണ്ടാകും, പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൂടി കൂട്ടായി തീരുമാനമെടുത്തു, ഈ ജന്മം ഞങ്ങൾക്ക് കുട്ടികളുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഒരു കുഞ്ഞിക്കാല് കാണാൻ നേർച്ചകൾ നേരുന്ന ആളുകൾ നേർച്ചകൾ പരാജയപ്പെടുമ്പോൾ ആധുനികമായ ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ കുട്ടികളെ ഉത്പാദിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപറ്റം ജനങ്ങളൊരു ഭാഗത്ത്, മറുഭാഗത്ത് കുട്ടികൾ ഉണ്ടാകുമായിരുന്നിട്ടും കുട്ടികൾ വേണ്ട എന്ന് തീരുമാനമെടുത്ത് തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒരു അതിഥി കടന്നു വരേണ്ടത് തീരുമാനിക്കുന്ന ആളുകൾ. ഇതൊക്കെയാണ് ഈ അണുകുടുംബ വ്യവസ്ഥയിൽ ഞാനെന്ന ഭാവം എല്ലാവരും ഇതിലേക്ക് ചുരുങ്ങുന്നു, ബന്ധങ്ങളൊക്കെ ശിഥിലമാകുന്നു, ബദ്ധമാകുന്നു. അതാണ് ഈ അണുകുടുംബ വ്യവസ്ഥയുടെ പ്രത്യേകത. പക്ഷേ ഇന്റർനെറ്റ് യുഗത്തിൽ ആളുകളുടെ ബൗദ്ധിക സമ്പത്ത് ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് പ്രത്യേകം. എന്നെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു കുട്ടിക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനൊന്നും ആവുമായിരുന്നില്ല. ഏതെങ്കിലും ഒരു പ്രദേശത്തൊരു കുട്ടി മറ്റു കുട്ടികളെക്കാൾ അമിതമായ എന്തെങ്കിലും ആവേശമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭൗതികമായി കാണിക്കുകയോ ചെയ്താൽ ഒരുപക്ഷെ ആ കുട്ടി ശ്രദ്ധിക്കപ്പെടുമെന്നുള്ളതല്ലാതെ ഇന്നത്തെ ഇന്റർനെറ്റ് യുഗത്തിലെ കുട്ടികളെ പോലെ ബൗദ്ധിക സമ്പത്തിന്റെ ഡെവലപ്മെന്റ് പഴയതായിട്ടില്ല. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് 10 മുതൽ 4 വരെ സ്കൂൾ കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ വീട്ടിൽ പോകും. ഒരു 4:30 മണിയാകുമ്പോൾ അധ്യാപകർ വീട്ടിൽ പോകും. പക്ഷെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അധ്യാപകരുടെ ജോലി അടുത്ത ദിവസത്തെ പ്രിപ്പറേഷൻ. വൈകിട്ട് 4 മണി വരെ സ്കൂളിലും കോളേജിലും വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് ക്ഷീണിതരായി വരുന്നവർ അടുത്ത ദിവസം എന്താണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്ന് ഹൃദിസ്ഥമാക്കാൻ രാത്രി 10 മണി വരെ ഹോംവർക്ക് നടത്തിയിട്ടാണ് പിറ്റേന്ന് സ്കൂളുകളിലും കോളേജിലും പോകുന്നത്. ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ നിന്ന് എന്ത് ചോദ്യം ഉദിച്ചു വരുമെന്ന് പഴയകാലത്തെ ടീച്ചർക്കറിയാം. അതുകൊണ്ട് ഏത് ചോദ്യം ഉയർന്നു വന്നാലും ഉത്തരം പറയാൻ പഴയകാലത്ത് അധ്യാപകർക്ക് കഴിയും. ഇന്നത്തെ കുട്ടികളുടെ ബൗദ്ധിക സമ്പത്ത് ഇന്റർനെറ്റ് യുഗത്തിനനുസരിച്ച് വളർന്നിരിക്കും. ഇന്നത്തെ ജനങ്ങൾക്ക് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, വൈവിധ്യമാർന്ന ഭൗതിക സമ്പത്ത്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് 4 നിറങ്ങൾ മാത്രമേ ഉള്ളൂ: കറുപ്പ്, വെള്ള, ചുവപ്പ്, പച്ച. ആകാശത്ത് മഴവിൽ കാണുമ്പോൾ ഞങ്ങൾ ഓടി പുറത്തിറങ്ങി പറയും, മഴവിൽ 7 നിറം, വിദ്യ. അന്ന് ആകെ കാണാൻ കഴിയുന്ന നിറങ്ങളിൽ 7 എണ്ണം മഴവിലിൻ്റെ മാത്രമാണ്. ഇതൊരു പെയിന്റ് കമ്പനിയിൽ പോയാൽ അവിടുത്തെ ബ്രോഷർ എടുത്ത് പരിശോധിച്ചാൽ 100 കണക്കിന് നിറങ്ങൾ ആ ബ്രോഷറിനകത്ത്. അതിന് കറുപ്പെന്നോ പച്ചയെന്നോ ചുവപ്പെന്നോ വെള്ളയെന്നോ അല്ല, ഒരേ നിറത്തിന് വിവിധ പെയിന്റ് കമ്പനികൾ വിവിധ പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. പേരിടുന്നവർക്ക് മാത്രമേ അറിയാവൂ എന്താണ് ഈ പേരുകൾ. പക്ഷേ ഈ 100 കണക്കിന് നിറങ്ങൾ നിർമ്മിക്കുന്നത് 3 പെയിന്റുകൾ സാധിക്കും. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ 9 ഡിജിറ്റാണ്. 0 നിങ്ങൾ ഒരു ഡിജിറ്റ് ആക്കുമെങ്കിൽ 10 ഡിജിറ്റ്. 1 2 3 4 5 6 7 8 9. 0 ഡിജിറ്റായി കൂട്ടിയാൽ 10 ഡിജിറ്റ്. പക്ഷേ നിങ്ങൾ ഇരിക്കുന്ന എല്ലാവരുടെയും മൊബൈൽ പരിശോധിച്ച് നോക്കിയോ, ഒരാളുടെ നമ്പറല്ല മറ്റൊരാൾ. നിങ്ങൾ എവിടെ പോയി പരിശോധിച്ചാലും ഒരേ നമ്പറുകൾ കാണാൻ പ്രയാസമാണ്. അപ്പോൾ
ലക്ഷക്കണക്കിന് ആളുകളുടെ കയ്യിലിരിക്കുന്ന ലക്ഷക്കണക്കിന് ടെലിഫോൺ നമ്പറുകൾ കേവലം 9 ഡിജിറ്റുകളിൽ നിന്നുണ്ടാക്കിയ 1 2 3 4 5 6 7 8 9 അല്ലെങ്കിൽ 0 ഒരു ഡിജിറ്റാണ്. 9 ഡിജിറ്റുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് നമ്പറുകൾ കാത്തുന്നുണ്ട്. 3 നിറങ്ങൾ ചാലിച്ച് ആയിരക്കണക്കിന് നിറങ്ങൾ ഉണ്ടാക്കുന്നത് പോലെയാണ് ഇത് നമ്മുടെ കുട്ടികളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ബൗദ്ധിക സമ്പത്ത്. ആ ബൗദ്ധിക സമ്പത്ത് ഡെവലപ്പ് ചെയ്താൽ നമ്മൾ ആരായിത്തീരുമെന്ന് ആർക്കും പ്രവചിക്കാനാവില്ല. അത്ര കണ്ട് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഓരോ വ്യക്തിയിലും കുടികൊള്ളുന്നു എന്നുള്ളതാണ് ഈ ആധുനിക യുഗത്തിൻ്റെ പ്രത്യേകത. ആ പ്രത്യേകത ചൂഷണം ചെയ്യാൻ ആർക്ക് സാധിക്കുന്നു, ഫലപ്രദമായി ഇത് ഡെവലപ്പ് ചെയ്യാൻ ആർക്ക് സാധിക്കുന്നു, അപ്പോൾ അവർക്ക് വളർന്നു വളർന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം നമ്മുടെ ജനങ്ങളോട് എപ്പോഴും പറയും, നിങ്ങൾ സ്വപ്നം കാണണം. പ്രത്യേകിച്ച് കുട്ടികളോട് പറയും, നിങ്ങൾ വലിയ വലിയ സ്വപ്നം കാണണം. സ്വപ്നം കണ്ടാൽ പോരാ, സ്വപ്നം സാക്ഷാത്കരിക്കാൻ പ്രവർത്തിച്ചാലില്ല. തഥാസ്തു എന്ന് പറയുന്നൊരു വാക്കുണ്ട്. മനസ്സെന്താഗ്രഹിക്കണോ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ശരീരം എത്തിയിരിക്കും. മനസ്സ് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയിരിക്കും. അതാണ് തഥാസ്തു. മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തണമെങ്കിൽ വിൽപ്പവർ വേണം. അതൊരു സ്വപ്നം കണ്ടാൽ പോരാ, ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടാവും. അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെന്നഡി അദ്ദേഹത്തിൻ്റെ മക്കളെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ ആരായിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നു? അപ്പോൾ ഓരോ മക്കളും ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എബ്രഹാം ലിങ്കൺ പറഞ്ഞു, നിങ്ങൾ ഡോക്ടറാകുക, എഞ്ചിനീയറാകുക, നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങൾ. അതല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ തീരണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഏറ്റവും ടോപ്പിലെത്താൻ ശ്രമിക്കണം. ഡോക്ടറാണെങ്കിൽ ഡോക്ടറിൽ ഏറ്റവും ടോപ്പിലെത്തണം. ഒരു വൈമാനികനാണെങ്കിൽ അതിൽ ടോപ്പിലെത്തണം. നിങ്ങളൊരു കിളയിക്കാരനാണെങ്കിൽ നാടറിയുന്ന ഒരു കിളയിക്കാരനായി മാറണം. എല്ലാവരും പറയണം, അവനെ ജോലിക്ക് വിളിച്ചാൽ അവൻ എല്ല് മുറിയെ പണിയെടുക്കുന്ന ഒരുത്തനാണെന്ന് പറയണം. അപ്പോൾ നിങ്ങൾ എവിടെ പ്രവർത്തിക്കുന്നോ ആ പ്രവർത്തിക്കുന്ന മേഖലയിൽ ടോപ്പിലെത്താൻ നിങ്ങൾ കഴിയും. നമുക്കറിയാം, രാജ്മോഹൻ ഉണ്ണിത്താൻ, എനിക്ക് എൻ്റെ അച്ഛനെ അറിയാം, അമ്മയെ അറിയാം. ഞാൻ ജനിക്കുന്നതിന് വളരെ മുമ്പേ എൻ്റെ അമ്മയുടെ അമ്മയും മരിച്ചു. പക്ഷെ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയും എൻ്റെ അച്ഛനും മരിക്കുന്നത്. ഞാൻ ഒരുപാട് കാലം 10ാം ക്ലാസ് വരെ 9, 10 വരെ എൻ്റെ അച്ഛൻ്റെ അമ്മയോട് അച്ഛൻ്റെ അമ്മയോടും അച്ഛനോടും ഞാൻ ചെലവഴിച്ചു. പക്ഷേ എൻ്റെ വീട്ടിൻ്റെ ഭിത്തിയിലിരിക്കുന്ന എൻ്റെ ചിത്രങ്ങളിൽ നിന്നാണ് ഇതെൻ്റെ അമ്മയുടെ അച്ഛനാണ്, അമ്മയുടെ അമ്മയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ജനിക്കുന്നതിന് വളരെ മുമ്പേ അവരൊക്കെ മരിച്ചു. അപ്പോൾ ദ റൂട്ട്സ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്, വേരുകൾ. നമ്മൾ ഓരോരുത്തരുടെയും വേരുകൾ അന്വേഷിച്ചു പോയാൽ നമുക്ക് എവിടെ വരെ പോകാൻ പറ്റും? നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലാ കളക്ടറേറ്റ് രൂപീകരിച്ച കാലം അന്ന് തൊട്ട് ഇന്ന് വരെ ആരൊക്കെയാണ് കളക്ടറെന്ന് അവിടെ ഒരു ബോർഡ് വെച്ചത്. കളക്ടറേറ്റ് രൂപീകരിച്ച കാലം ഫസ്റ്റ് കളക്ടർ ബ്യൂറേഷൻ, രണ്ടാമത്തെ കളക്ടർ അദ്ദേഹത്തിൻ്റെ ബ്യൂറേഷൻ. ജില്ലാ കളക്ടറേറ്റിൽ ചെന്നാൽ ഇനി എത്ര തലമുറകൾ മാറി വന്നാലും പുതിയ കളക്ടറേറ്റുകൾ പണിഞ്ഞാലും ഈ വന്ന കളക്ടർമാരുടെ എല്ലാം പേര് കളക്ടർ. ജില്ലാ പോലീസ് സൂപ്രണ്ട് ഓഫീസിൽ ചെന്നാലും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ആരെങ്കിലും വീട്ടിൽ നമ്മുടെ പൂർവികന്മാരുടെ പേര് അവർ ജീവിച്ചിരുന്ന കാലം ഇതെവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ എൻ്റെ അച്ഛനെയും അമ്മയെ അറിയാം, എൻ്റെ അച്ഛൻ്റെ അച്ഛനെയും അമ്മയെ അറിയാം, അമ്മയുടെ ഞാൻ കണ്ടിട്ടില്ല. ഇനി അവരുടെ അച്ഛൻ്റെ അമ്മ അങ്ങോട്ട് പോയാൽ ഒരു 2 3 തലമുറയ്ക്കപ്പുറത്ത് നമുക്ക് പോകാനാവില്ല. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കനെ കുറിച്ച് ചോദിച്ചാൽ നമുക്കെല്ലാം പറയാൻ അറിയാം. ജോൺ എഫ് കെന്നഡിയെ കുറിച്ച്, അതല്ല മഹാത്മാഗാന്ധിയെ കുറിച്ച്, ശ്രീബുദ്ധനെ കുറിച്ച്, അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച്, ഇന്ദിരാഗാന്ധിയെ കുറിച്ച്. ഇവരെ കുറിച്ചൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ എന്താ നമുക്ക് അറിയാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർ ജീവിച്ചിരുന്ന കാലയളവിൽ ഇവർ പ്രവർത്തിച്ച മേഖലകളിൽ ജോൺ എഫ് കെന്നഡി പറഞ്ഞതുപോലെ ഏറ്റവും ടോപ്പിൽ. അവർ പ്രവർത്തിച്ച മേഖലയിൽ ടോപ്പിലെത്തിയപ്പോൾ
അവരുടെ ജീവിതം കൊണ്ട് അവർ ചരിത്രം എഴുതി. അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതം രാജ്യത്തിൻ്റെ ചരിത്രമായി, ലോകത്തിൻ്റെ ചരിത്രം. ദ ഹൺഡ്രഡ്സ് എന്ന് പറയുന്നൊരു പുസ്തകം, ലോകത്തിലെ 100 മഹാന്മാരുടെ, അതിലാരാണ് ഏറ്റവും വലിയ പ്രാഗൽഭ്യമുള്ള ആളാണ് തെളിയിക്കാൻ പറ്റൂ. അതിൻ്റെ ബുക്കിൻ്റെ ഗ്രന്ഥകർത്താവ് പറഞ്ഞത്, ഇതിലാരെ ഞാൻ ഒന്നാമതായി തിരഞ്ഞെടുക്കുമെന്ന് ബുദ്ധിമുട്ടി. കാര്യം അത്ര പ്രാഗൽഭ്യം പറഞ്ഞ ആളുകളാണ്. അവസാനം പ്രവാചകനായ മുഹമ്മദ് നബിയാണ് ഹൺഡ്രഡ്സിൽ ഒന്നാമനായി തിരഞ്ഞെടുത്തതിൻ്റെ കാരണം. ഞാൻ പറഞ്ഞത്, നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖല എവിടെയാണോ ആ മേഖലയിലേക്ക് കൊണ്ടുപോകുക. നിങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക. സ്വപ്നങ്ങളാണ് നാളെയുടെ കണ്ടുപിടുത്തങ്ങളായി മാറുന്നത്. ഞാൻ അതിൻ്റെ ഒന്നൊരു ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഒന്ന് ഇബ്രഹാം ലിങ്കൺ. അദ്ദേഹം അമേരിക്കയിൽ ഒരു ചെറ്റക്കുള്ളിൽ എന്ന് പറയാൻ പറ്റില്ല, കയറി കിടക്കാൻ കൂരയില്ലാത്തൊരിടത്താണ് അദ്ദേഹം ജനിച്ചത്. അമ്മ ചെറുപ്പത്തിലെ ജനിച്ചുപോയി. അച്ഛനൊരു മുഴുക്കുടിയായി. 11ാമത്തെ വയസ്സ് തൊട്ട് ജീവിത പ്രാരാബ്ധങ്ങൾ ഉയരുന്ന ചെറുപ്പക്കാരനാണ്. അമേരിക്കയുടെ വനാന്തരങ്ങളിൽ പോയി വിറക് വെട്ടിക്കിട്ടുന്ന കാശുകൊണ്ട് കാളകൾക്ക് ഭക്ഷണം വാങ്ങണം, അച്ഛന് ആഹാരം ഉണ്ടാക്കണം, അച്ഛന് കുടിക്കാൻ ഒരു മദ്യമാണ്. എന്നിട്ട് ഈ കാളവണ്ടിയാണ് ഒരു വീട്, മേൽക്കൂരയുള്ള കാളവണ്ടി. ആ കാളകളെ മേയിച്ച് ഏതെങ്കിലും ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വൃത്തത്തിൽ കൊണ്ടുവന്ന് കാളകളെ കെട്ടിയിട്ടിട്ട് അച്ഛൻ ഭക്ഷണം കൊടുക്കും. കുടിച്ച് അബോധാവസ്ഥയിൽ കിടക്കുന്ന അച്ഛനെ വിളിച്ചുണർത്തി ഭക്ഷണം കൊടുക്കും, കാളയ്ക്ക് കൊടുക്കും, അവൻ കഴിക്കും. ബാക്കി മിച്ചം വരുന്ന കാശ് അതിലൊരു പങ്ക് അവൻ ഇട്ടുകൂട്ടും, ബാക്കി ഒരു പങ്ക് കൊടുത്ത് പുസ്തകം. 12ാമത്തെ വയസ്സിൽ ആ ബാലനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം അവൻ കാണാൻ പോലും യോഗ്യതയില്ലാത്ത സ്വപ്നമാണ് കണ്ടത്. എന്താ സ്വപ്നം? അവൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ആവശ്യം. പിറ്റേന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റു. അവൻ സ്വമേധയാ അമേരിക്കൻ പ്രസിഡന്റായി മാറി. 12 വയസ്സുള്ള പയ്യൻ ചോളപാടശേഖരങ്ങളുടെ മുമ്പിൽ ചെന്ന് ചോളപാടശേഖരങ്ങളെ ജനങ്ങളായി സങ്കല്പിച്ച് അവരോട് പറഞ്ഞു, ഇന്നു മുതൽ ഞാൻ അമേരിക്കയുടെ പ്രസിഡന്റാണ്, നിങ്ങളുടെ പ്രസിഡന്റാണ്. എൻ്റെ ആജ്ഞകൾ, എൻ്റെ കൽപ്പനകൾ സ്വീകരിച്ച് നിങ്ങളുടെ ജീവിക്കണം. പറയുന്നത് ജനങ്ങളായി സങ്കല്പിച്ച് ചോളപാടശേഖരൻ. പിന്നെ അവൻ്റെ സ്വപ്നം മുഴുവൻ അമേരിക്കൻ പ്രസിഡന്റ് ആവുക എന്നുള്ളതാണ്. അങ്ങനെ അവൻ പുസ്തകങ്ങൾ വാങ്ങിച്ച് വാരി കൂട്ടി വായിച്ച് ബാരിസ്റ്റർ പരീക്ഷ പാസ്സായതിനു ശേഷം ഇപ്പം കൂട്ടിയ തുക എല്ലാം കൂടെ ചേർത്ത് വെച്ച് അവന് കൊച്ചു കച്ചവടം ആരംഭിച്ചു. കച്ചവടം പാളീസായി. അവനൊരു പെൺകുട്ടിയെ പ്രണയിച്ചു. പ്രേമ കൈകാര്യത്തിൽ അമേരിക്കയുടെ പ്രാദേശിക അസംബ്ലി മത്സരിച്ചു, അവിടെ തോറ്റു. അമേരിക്കയുടെ ദേശീയ അസംബ്ലി മത്സരിച്ചു, അവിടെ തോറ്റു. അമേരിക്കൻ കോൺഗ്രസിൽ മത്സരിച്ചു, അവിടെ തോറ്റു. അമേരിക്കയുടെ സെനറ്റിൽ മത്സരിച്ചു, അവിടെ തോറ്റു. പരാജയങ്ങളുടെ ഒരു പെരുമഴക്കാലമായിരുന്നു അവൻ്റെ ജീവിതത്തിൽ. എവിടെ കൈവയ്ക്കാനും തോൽവി. പക്ഷെ 12ാമത്തെ വയസ്സിൽ കണ്ട സ്വപ്നത്തിൽ നിന്നൊരാണ് പിന്മാറാൻ അയാൾ തയ്യാറായിരുന്നു. ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിനാണ് ഈ മത്സരം മുഴുവൻ. അവസാനം വീണ്ടും ഒരു ബിസിനസ് ആരംഭിച്ചു. അത് പോലും 49ാമത്തെ വയസ്സിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റായി അവിടെയും പോയി. പിന്നീട് 52ാമത്തെ വയസ്സിൽ അമേരിക്കൻ പ്രസിഡന്റായി മത്സരിച്ചു. 12ാമത്തെ വയസ്സിൽ കണ്ട സ്വപ്നം സാക്ഷാത്കരിച്ചു. 52ൽ എബ്രഹാം ലിങ്കൺ അമേരിക്കൻ പ്രസിഡന്റായി കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൗസിൽ ചെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ജനങ്ങളോടായി പറഞ്ഞു, 12ാമത്തെ വയസ്സുകൊണ്ട് ഞാൻ അമേരിക്കൻ പ്രസിഡന്റാണ്, നിങ്ങൾ അറിയാതെ. നിങ്ങൾ നയിച്ചുകൊണ്ടിരുന്നു, നിങ്ങളെ ഞാൻ ഭരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൗസിലെത്താൻ എനിക്ക് 40 വർഷം കാത്തിരിക്കേണ്ടി വന്നു. 12ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു. ഡെമോക്രസി, ജനാധിപത്യത്തിൽ ഒരു ആപ്തവാക്യം ഉണ്ടാക്കിയ എബ്രഹാം ലിങ്കനാണ്. എ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. ദാറ്റ് പ്രോസസ് ഷാൽ നോട്ട് കം ഫ്രം ദ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഒരു ഗവൺമെന്റ്. അതാണ് ഒരു ജനാധിപത്യ ഗവൺമെന്റ്. ആ പ്രക്രിയ, പ്രോസസ്, ജനാധിപത്യം ഷാൽ നോട്ട് കം ഫ്രം ദ ഭൂമിയിൽ നിന്ന്
ഒരു കാലത്തും ഒരു ശക്തിക്കും തുറച്ചു നിൽക്കാനാവില്ല. നീക്കാൻ അമേരിക്കയുടെ ഇക്കഴിഞ്ഞ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് വിചാരിച്ചിട്ട് പോലും ജനാധിപത്യത്തിനൊരു ഫോറം ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അതാണ് ജനാധിപത്യത്തിൻ്റെ മഹത്വം. ആ ജനാധിപത്യം അതിനൊരു ആപ്തവാക്യം ലോകത്ത് ആദ്യമായി ഉണ്ടാക്കിയത് എതിർക്കാൻ. നമ്മുടെ നാട്ടിൽ നിങ്ങളെല്ലാം ഉപയോഗിക്കുന്ന തയ്യൽ മെഷീൻ കണ്ടുപിടിച്ചത് ഏലിയാസ് പോൾ ജൂനിയറാണ്. അദ്ദേഹം തയ്യൽ മെഷീൻ്റെ സകല സ്പെയർ പാർട്സുകളും കണ്ടുപിടിച്ചു. അതെല്ലാം ഫിറ്റ് ചെയ്തു, അസംബിൾ ചെയ്തു. അസംബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് തുണി എങ്ങനെയാണ് തുന്നുന്നത്, അദ്ദേഹത്തിന് നൂലും സൂചിയും അതിനെക്കുറിച്ചൊരു ഐഡിയ എടുക്കുന്നു. അപ്പോൾ തുണി തുന്നാനാണ് തയ്യൽ മെഷീൻ കണ്ടുപിടിക്കാൻ ഏലിയാസ് ജൂനിയർ ആരംഭിച്ചത്. പക്ഷെ എന്നും രാത്രിയിൽ അദ്ദേഹം കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കാണാൻ ആരംഭിച്ചു. സ്വപ്നം ഇതാണ്: ആരോ ഒരാൾ തന്നെ കൊല്ലാനായി ഒരു കുന്തവുമായി വരുന്നു. ആ കുന്തത്തിൻ്റെ അറ്റത്ത് ഒരു ദ്വാരത്തിനകത്തൊരു പാമ്പ് ഉറങ്ങിക്കിടക്കുന്ന തന്നെ ആ പാമ്പ് കൊല്ലാൻ ശ്രമിക്കുന്നു. ദിവസവും ഇങ്ങനെ സ്വപ്നം കാണാൻ തിരിച്ചപ്പോൾ അദ്ദേഹം ചെയ്തു, ഒരു പേപ്പർ എടുത്ത് ആ കൊത്താൻ വരുന്ന കുന്തം അദ്ദേഹം പേപ്പറിൽ വരച്ചു. കുന്തത്തിൻ്റെ അറ്റത്തൊരു ദ്വാരത്തിനകത്തൊരു പാമ്പ്, അതും അദ്ദേഹം ധരിച്ചു. എന്നിട്ട് ആ കുന്തം അദ്ദേഹം ഉണ്ടാക്കി ഒരു നീതി, അതിനകത്തൊരു ദ്വാരമിട്ടു. പാമ്പ് കിടന്ന സ്ഥലത്ത് മൂട് കൊടുത്തു. അത് ഈ മെഷീനകത്ത് ഘടിപ്പിച്ചു. അങ്ങനെയാണ് ഏലിയാസ് പോൾ ജൂനിയർ തയ്യൽ മെഷീൻ കണ്ടുപിടിച്ചത്. ഇന്ന് ദുബായിയുടെ ലാൻഡ്മാർക്കായ ബുർജ് ഖലീഫ ഒരു എഞ്ചിനീയറുടെ മനസ്സിൽ കണ്ട സ്വപ്നമാണ്. ഇന്ന് ദുബായിയുടെ ലാൻഡ്മാർക്കാക്കി മാറിയ ആ ബുർജ് ഖലീഫ എന്ന് പറയുന്നത്. എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും പിന്നിൽ ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ഭഗീരഥ പ്രയത്നമുണ്ട്. ആ പ്രയത്നമാണ് എല്ലാ തരത്തിലും കഴിയുന്നത്. അപ്പോൾ നിങ്ങളുമൊക്കെ ഓരോ മേഖലകളിൽ പ്രവർത്തിച്ച് ആ മേഖലകളിൽ ഔന്നത്യം തെളിയിച്ച് നിങ്ങൾക്ക് സമൂഹം ശ്രദ്ധിക്കപ്പെടുന്ന ആളുകളായി മാറി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, അണുകുടുംബത്തിൻ്റെ ഭാഗമായി ഒരിക്കലും മാറാതിരിക്കാൻ ശ്രമിക്കുക. സാമൂഹ്യ പ്രതിബദ്ധതയായി മാറുക. പണ്ടൊക്കെ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിക്കുന്ന എല്ലാ മക്കളും സുഖങ്ങളും ദുഃഖങ്ങളും പരസ്പരം പങ്കുവച്ചിരുന്നു. അതായിരുന്നു കഴിഞ്ഞ കൂട്ടുകുടുംബ വ്യവസ്ഥയുടെ പ്രത്യേകത. ഇന്നോ ഒരമ്മയുടെ വയറ്റിൽ 2 മക്കൾ ജനിച്ചാൽ ഒരു മകൻ്റെ ദുഃഖം മറ്റൊരു മകൻ്റെ സന്തോഷമാണ്, ഒരു മകൻ്റെ സന്തോഷം മറ്റൊരു മകൻ്റെ ദുഃഖമാണ്. സുഖങ്ങൾ സന്തോഷമായി, സന്തോഷം ദുഃഖമായി പകരുന്ന ഒരു മാനസികാവസ്ഥ. അതിലേക്ക് നമ്മുടെ ലോകം ചുരുങ്ങി. അതാണ് ഈ ഇന്റർനെറ്റ് യുഗത്തിൽ. ഞാൻ എൻ്റെ പ്രശ്നം അവസാനിപ്പിക്കുക. സ്വതന്ത്ര ഭാരതത്തിൻ്റെ 1ാമത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള അദ്ദേഹം, ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത അദ്ദേഹം ഇന്ത്യയുടെ 1ാമത്തെ പ്രധാനമന്ത്രിയാണ്. നമുക്കറിയാം 1857 ആരംഭിച്ച 1ാം സ്വാതന്ത്ര്യ സമരം. പോർച്ചുഗീസുകാരിവിടെ വന്നു കച്ചവടത്തിന്, ഡച്ചുകാരിവിടെ വന്നു കച്ചവടത്തിന്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വന്നു കച്ചവടത്തിന്. അവസാനം വന്നത് ബ്രിട്ടീഷുകാരാണ്. മറ്റുള്ളവരൊക്കെ കച്ചവടത്തിന് വന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ കൊള്ളയടിച്ചു എങ്കിൽ അതിൽ നിന്ന് വിഭിന്നമായി വ്യത്യസ്തമായി ബ്രിട്ടീഷുകാർ നമ്മുടെ സമ്പത്തിനെ മാത്രമല്ല നമ്മുടെ അധികാരത്തെ കൂടി കവർന്നെടുക്കുന്ന സ്ഥിതിയുണ്ടായി. 200 വർഷക്കാലം ബ്രിട്ടീഷ് ആധിപത്യത്തിലായിരിക്കുകയാണ്. ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ കൈകൊണ്ടി സംസാരിക്കാൻ തയ്യാറായത് ഇന്ത്യൻ പട്ടാളക്കാരാണ്. അന്നും ഇന്നും നമ്മുടെ രാജ്യത്തൊരു വികാരമുണ്ട്. മുസ്ലിമുകൾ പലരും പന്നിയെ ഹറാമായി കാണുന്നു, ഹിന്ദുക്കൾ പലരും അന്നും ഇന്നും പശുവിനെ ദൈവമായി കാണുന്നു. വ്യാപകമായ ഒരു പ്രചരണം അഴിച്ചുവിട്ടു. ഹിന്ദു പട്ടാളക്കാർ ഉപയോഗിക്കുന്ന തോക്കിൻ്റെ വെടിയുണ്ടകൾ പശുവിൻ്റെ കൊഴുപ്പ് കൊണ്ടുണ്ടാക്കിയതാണ്. മുസ്ലിമുകൾ ഉപയോഗിക്കുന്ന തോക്കിൻ്റെ വെടിയുണ്ടകൾ പന്നിയുടെ കൊഴുപ്പ് കൊണ്ടുണ്ടാക്കിയതാണ്. അങ്ങനെ ആദ്യമായി അസ്വസ്ഥതയുടെ സ്വരം ഉയരുന്നത് ഇന്ത്യൻ പട്ടാളക്കാരിൽ നിന്നാണ്. ഇന്ത്യൻ പട്ടാളക്കാരെ ബ്രിട്ടീഷുകാർ കളിയാക്കി വിളിച്ചത് ശിപായിമാർ എന്നാണ്. അതുകൊണ്ട് 1857 1ാം സ്വാതന്ത്ര്യ സമരം ശിപായി ലഹള എന്ന പേരിലാണ് അറിയുന്നത്. ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 200 വർഷത്തെ എഴുതിലേക്ക് ഞാൻ പോകുന്നില്ല. ടു സ്റ്റാർട്ട് വിത്ത് ശിപായി ലഹള ആൻഡ് എൻഡ് വിത്ത് ക്വിറ്റ് ഇന്ത്യ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാനത്തേത്
ക്വിറ്റ് ഇന്ത്യ സമരം. ആ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ 1942 ഓഗസ്റ്റ് മാസം 8 ബോംബെയിലെ ഗവാലിയർ ടാങ്ക് മൈതാനം. ആ മൈതാനത്ത് നിങ്ങൾക്കറിയാം 3 മഹാരഥന്മാർ ഒത്തുകൂടി. ഒന്ന് മൗലാന അബ്ദുൽ കലാം ആസാദ്, അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റാണ്. പിന്നെ ജവഹർലാൽ നെഹ്റു, പിന്നെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനായി അറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ. ആ മഹാസമ്മേളനത്തിൽ മറ്റൊരു മഹാരഥൻ കൂടി പങ്കെടുത്തു, മഹാത്മാഗാന്ധി. അപ്പോൾ മൗലാന അബ്ദുൽ കലാം ആസാദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജവഹർലാൽ നെഹ്റു പ്രമേയം അവതരിപ്പിച്ചു, ഇന്ത്യ ബ്രിട്ടീഷുകാർ ഇന്ത്യയില്ല. പ്രമേയത്തെ പിന്താങ്ങി സർദാർ വല്ലഭായ് പട്ടേൽ. മഹാത്മാഗാന്ധി ആ യോഗത്തിൽ വെച്ച് പറഞ്ഞു, ഇന്ത്യക്കാരുടെ മുമ്പിൽ 2 മാർഗമാണ്. ആ 2 അല്ലാതെ മൂന്നാമതൊരു മാർഗമില്ല. എന്താ 2 മാർഗം? ഡു ഓർ ഡൈ. ഒന്നുകിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിച്ചു വീഴുക. അന്തിമ പോരാട്ടം അവിടെ ആരംഭിക്കുന്നു. ആ അന്തിമ പോരാട്ടത്തിൻ്റെ ഫലമായി നേതാക്കന്മാർ മുഴുവൻ ജയിലടയ്ക്കപ്പെട്ടു. നേതൃത്വമില്ലാതെ അണികൾ തെരുവിലിറങ്ങി, സമരം ആളിക്കത്തി. ബ്രിട്ടീഷുകാർ പകച്ചു നിന്നു. അവിടുന്ന് അങ്ങോട്ട് ജനങ്ങളാണ് ഈ നേതൃത്വം ഏറ്റെടുത്തത്. ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കാൻ ബ്രിട്ടൻ തീരുമാനിച്ചു. ഒരു ക്യാബിനറ്റ് കമ്മീഷനെ അയക്കുന്നു. 1946 സെപ്റ്റംബർ 2 ജവഹർലാൽ നെഹ്റുവിനെ പ്രധാനമന്ത്രിയായി അംഗീകരിച്ച് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയെ ബ്രിട്ടൻ അപ്പോയിന്റ് ചെയ്യുന്നു. പിന്നെ 47 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി വരെ സ്വാതന്ത്ര്യത്തിൻ്റെ ഉടമ്പടികൾ നിർമ്മിക്കുന്ന ജോലിയിലായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ഓഗസ്റ്റ് 14 രാത്രി അർദ്ധരാത്രി 12 മണിക്കാണെങ്കിലും ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് 1946 സെപ്റ്റംബർ 2 കൂട്ടുകക്ഷി മന്ത്രിസഭ അതിൻ്റെ പ്രധാനമന്ത്രി. സ്വതന്ത്ര ഭാരതത്തിലെ 1ാമത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. മരിക്കുന്നത് വരെ 60. ഞാൻ പറഞ്ഞു വരുന്നത് ജവഹർലാൽ നെഹ്റുവിനെ നിങ്ങൾക്കൊരു റോൾ മോഡലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടെന്നാൽ 64 ജവഹർലാൽ മരിച്ചതിനു ശേഷം അദ്ദേഹം താമസിക്കുന്ന ഡൽഹിയിലെ തീമൂർത്തി ഭവൻ ഇന്ന് ലോകത്തെ ജനങ്ങൾക്കായി ഒരു മ്യൂസിയമായി തുറന്നു കൊടുത്തിരിക്കുകയാണ്. ജവഹർലാൽ നെഹ്റു ജീവിച്ച കാലഘട്ടത്തിൽ അദ്ദേഹം ഉപയോഗിച്ച മുഴുവൻ സാധനങ്ങളും തീമൂർത്തി ഭവൻ. നിങ്ങൾ എന്തെങ്കിലും ഒരിക്കൽ ഡൽഹിയിൽ പോകേണ്ടി വരും, പോയാൽ തീമൂർത്തി ഭവൻ കാണേണ്ടി വരും, കാണണം. അതിനകത്ത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ബെഡ്റൂം, അദ്ദേഹം ഉപയോഗിച്ച കട്ടില്, മെത്ത, അദ്ദേഹത്തിൻ്റെ കണ്ണട, ചെരുപ്പ്, അതെല്ലാം ആ മുറിയിലുണ്ട്. എന്നും രാത്രി പ്രധാനമന്ത്രിയായി ക്ഷീണിച്ചു വരുന്ന അദ്ദേഹം കട്ടിലിൻ്റെ തൊട്ടടുത്തൊരു ടീഫോയി ഇട്ടിട്ടുണ്ട്. അതിൽ വന്ന് അല്പനേരം ഇരിക്കും. കസേര, ഒരു ചാരു കസേര, അതിൻ്റെ തൊട്ടു മുമ്പിൽ ഒരു ടീഫോയി ഉണ്ട്. അതിൽ ഈട്ടിത്തടി കൊണ്ട് ആലേഖനം ചെയ്ത് 4 വരി കവിതകൾ എടുത്തിട്ടുണ്ട്. എന്നും രാത്രി ആ കവിത എടുത്ത് അദ്ദേഹം വായിക്കും. വായിച്ചിട്ട് തന്നിൽ അർപ്പിതമായിരിക്കുന്ന ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഒരാത്മബോധം ഒരിക്കൽ കൂടി വളർത്തിയിട്ടാണ് അദ്ദേഹം ചാരു കസാലയിൽ നിന്ന് കട്ടിലിരിക്കുന്നത്. ആ ടീഫോയിൽ ഈട്ടിത്തടിയിൽ ആലേഖനം ചെയ്ത് വെച്ചിരിക്കുന്ന കവിത ലോകപ്രശസ്തനായ കവി റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ കവിതയാണ്. ആ കവിതയിലാണ് Woods are lovely, dark and deep, but I have promises to keep, and minds to go before I sleep, and minds to go before I sleep. Woods എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ അധ്യാപകർ കൊച്ചുനാളി പഠിപ്പിക്കുന്ന തടികൾ ഏറ്റവും കൂടുതൽ കാട്ടിൽ കാണിയെക്കുറിച്ചല്ല, തടിയെക്കുറിച്ചല്ല. റോബർട്ട് ഫ്രോസ്റ്റ് പറയുന്നത് പ്രപഞ്ചത്തെക്കുറിച്ചാണ്, പ്രകൃതിയെക്കുറിച്ചാണ്, അതിൻ്റെ അഗാധതയെക്കുറിച്ചാണ്, അതിൻ്റെ അനന്തതയെക്കുറിച്ചാണ്. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാത്ത ആരാണ് ഈ ലോകത്ത്? പ്രകൃതിയുടെ സൗന്ദര്യം, അതിൻ്റെ അഗാധത, അതിൻ്റെ അപാരത ഇത് ആസ്വദിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നിടത്ത് കവി പറയുകയാണ്, ഉത്സാഹി ഡാർക്ക് ആൻഡ് ഡീപ്. പ്രകൃതി അതിമനോഹരമാണ്, അഗാധമാണ്, അപാരമാണ്. ഈ പ്രപഞ്ച സൗന്ദര്യം ആസ്വദിച്ചു പോകുന്നവരോട് കവി പറയുന്നു, ഉത്സാഹി ഡാർക്ക് ആൻഡ് ഡീപ്, ബട്ട് ഹാവ് പ്രോമിസസ് ടു കീപ്. എനിക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നിറവേറ്റേണ്ടതായിട്ടുണ്ട്. ഉത്തരവാദിത്വം, കടമ, കർത്തവ്യം. ആരോട്? എന്നെ പ്രസവിച്ച അമ്മയോട്, എന്നെ വളർത്തിയ അച്ഛനോട്, എൻ്റെ കൂടപ്പുറത്തുകളോട്, എൻ്റെ ഗുരുക്കന്മാരോട്. മാതാപിതാ ഗുരു ദൈവം. മാതാവും പിതാവും ഗുരുവും ദൈവത്തിന് സമാനം.
മാത്രമല്ല എൻ്റെ ഓരോ വളർച്ചയിലും സസൂക്ഷ്മം എൻ്റെ വളർച്ച നിരീക്ഷിക്കുന്ന ഒരു സമൂഹമുണ്ട്, നാട്ടുകാർ. എന്നെ വളർത്താൻ, എന്നെ വലുതാക്കാൻ, എൻ്റെ വളർച്ചയിൽ ആനന്ദിക്കുന്ന ഒരു സമൂഹം. ആ സമൂഹത്തോട്, എൻ്റെ അച്ഛനോട്, അമ്മയോട്, കൂടപ്പുറപ്പുകളോട്, നാട്ടുകാരോട്, ഗുരുക്കന്മാരോടൊക്കെ എനിക്കൊരു കടമയുണ്ട്, കർത്തവ്യമുണ്ട്. ഒരുപാട് വാഗ്ദാനങ്ങൾ അവർക്ക് വേണ്ടി നിറവേറ്റേണ്ടതായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. But I have promises to keep and minds to go before I sleep and minds to go before I sleep. Before I sleep എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നതിന് മുമ്പല്ല, അവസാനത്തെ ഉറക്കം ആരംഭിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ കട്ടിലേക്ക് നമ്മൾ ചെന്ന് കിടക്കുന്നതിന് മുമ്പ്. മരണം മഞ്ചലുമായി നമ്മുടെ പിന്നാലെ സഞ്ചരിക്കുകയാണ്. ടൈം പാസസ് ആൻഡ് ടൈം പാസസ്, വി ഡൈ അലോങ് വിത്ത്. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ അതിനനുസരിച്ച് മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമയമാം രഥത്തിൽ ഞാൻ ശുദ്ധയാത്ര ചെയ്യുന്നു. ആ പാട്ടി പറയുന്നത് ആകെ അല്പനേരം മാത്രം എൻ സ്വദേശത്തെത്തുക, ആകെ അരനാഴിക മാത്രം എന്ന് പറഞ്ഞ പോലെ അവസാനത്തെ ഉറക്കം ആരംഭിക്കുന്നതിന് മുമ്പ് and minds to go before I sleep and minds to go. ഈ കടമ, കർത്തവ്യം, ഉത്തരവാദിത്വ വാഗ്ദാനങ്ങളുമായി ഒരുപാട് കാലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഞ്ചരിക്കേണ്ടതായിട്ടുള്ള കടമ, കർത്തവ്യം, ഉത്തരവാദിത്വം, വാഗ്ദാനങ്ങൾ അതൊരിക്കലും ജീവിതത്തിൽ മറക്കാനാവാൻ പാടില്ല. അതുകൊണ്ട് നമ്മളെ പ്രസവിച്ച്, നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കന്മാർ, പഠിപ്പിച്ച ഗുരുക്കന്മാർ, സഹപാഠികൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ, ഇവരോടൊക്കെ നമുക്കുള്ള കർത്തവ്യം, കടമ, സാമൂഹ്യ പ്രതിബദ്ധത അത് നിറവേറ്റുക. എപ്പോഴാണ് മരണം? ഏത് നിമിഷവും നമ്മളെ കൊണ്ടുപോകാം. ആ മരണം നമ്മളെ ഒന്ന് കൊണ്ടുപോകുന്നതിന് മുമ്പ്, അവസാനത്തെ ഉറക്കം ആരംഭിക്കുന്നതിന് മുമ്പ് ആൻഡ് മൈൻഡ്സ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മൈൻഡ്സ് ടു ഗോ. ഈ ഉത്തരവാദിത്വമായി നമുക്ക് ഒരുപാട് കാലം താണ്ടേണ്ടത്. ജവഹർലാൽ നെഹ്റു എന്നും രാത്രിയിൽ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ അതിമനോഹരമായി കവിത എടുത്ത് വായിച്ച് തന്നെ അർപ്പിതമായിരിക്കുന്ന ഉത്തരവാദിത്വം ഒരിക്കൽ കൂടി അരക്കെട്ടുറപ്പിച്ചിട്ടാണ് കിടക്കുന്നത്. ആ കിടക്കുന്ന ജവഹർലാൽ പിറ്റേന്ന് രാവിലെ ആവേശഭരിതനായി ഉറക്കമെഴുന്നേൽക്കുന്നത് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ കവിതയിൽ നിന്നുള്ള ഊർജം സമാഹരിച്ചു. നിങ്ങൾക്കും റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ കവിത, ജവഹർലാലിൻ്റെ ജീവിതം നിങ്ങളുടെ ജീവിതത്തിലും അന്വർത്ഥമാക്കാം. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ നിങ്ങൾ അത്യുന്നതങ്ങളിൽ വിരാജിക്കാൻ സർവശക്തനായ തമ്പുരാൻ ഇട നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളൊരു മഹാമാരിയുടെ ലോകത്താണ് ജീവിക്കുന്നത്. ജനിതക മാറ്റം ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന മഹാമാരി. നമ്മുടെ രാജ്യത്ത് അതിനെ നിയന്ത്രിക്കാൻ നിയമമില്ല. 1897 ഒരു പാൻഡമിക് ആക്ട് ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ രാജ്യത്ത് ഒരു നിയമം വന്നിട്ടുണ്ട്. മാരി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിനകത്തുടങ്ങി നിൽക്കുന്ന പകർച്ചവ്യാധി. നമുക്കറിയാം, ചെറിയ ചെറിയ പകർച്ചവ്യാധികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പന്നിയിൽ നിന്നൊരു വൈറസ് പന്നിപ്പനി, എലിയിൽ നിന്നൊരു വൈറസ് എലിപ്പനി, കൊതുകിൽ നിന്നൊരു വൈറസ് ഡെങ്കിപ്പനി, പിന്നെ നിപ്പ. വലിയ വലിയ വൈറസുകൾ നമ്മളെ ആക്രമിച്ചിട്ടില്ല. ഇപ്പം നൊവേൽ കൊറോണ മഹാമാരിയാണ്, പാൻഡമിക്കാണ്. അത് ലോകരാഷ്ട്രങ്ങളെ മൊത്തം കീഴടക്കുന്നു. ഒരു രാജ്യത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന പകർച്ചവ്യാധികളെ മാരികളെന്ന്, ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ ആക്രമിക്കുന്ന മാരികളെ, പാൻഡമിക് ഡിസീസിനെയാണ് പകർച്ചവ്യാധി. ലോകത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരുപാട് പകർച്ചവ്യാധിയുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് കോളറ ഒരു പകർച്ചവ്യാധിയായിരുന്നു. ലോകം മൊത്തം ഉണ്ടായിരുന്നു. 80 കോടി ജനങ്ങളെ കൊന്നിട്ടാണ് കോളറ പോയത്. വാക്സിൻ കണ്ടുപിടിച്ചു. പിന്നീട് ടൈഫോയിഡ് മഹാമാരിയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, കോളറ മഹാമാരിയാണ്. ആദ്യത്തെ മഹാമാരി വസൂരി എന്ന് പറഞ്ഞാൽ നെല്ലിക്കയുടെ വലിപ്പത്തിൽ ശരീരം മൊത്തം വരും. വന്നാൽ ഈ രോഗം പകർന്നാൽ എല്ലാവരും ചാവും. രോഗം വരുന്നവനെ പനമ്പായിക്കകത്ത് കെട്ടി പറമ്പിക്കൊണ്ട് കളയും. അവിടെ കിടന്ന് ചാവും, അവിടെ ചുട്ടുകരിക്കും. വസൂരി ലോകത്ത് 80 കോടി ആളുകളെ കൊന്നു. പിന്നെ കോളറ, പിന്നെ ടൈഫോയിഡ്, പിന്നെ എബോള. ഇപ്പം 2 ആധുനിക കാലഘട്ടത്തിൽ 2 വൈറസ് മഹാമാരികളാണ് H1N1, അതുപോലെ തന്നെ എയ്ഡ്സ്, ജപ്പാൻ ജ്വരം. ഇപ്പോൾ ഇതാ നൊവേൽ കൊറോണ. പഴയ കാലത്ത് നിങ്ങൾക്കറിയാം, യൂറോപ്പിനെ വേട്ടയാടിയ പിബോണിക് പ്ലേഗ് 20 കോടി ആളുകളെ കൊന്നു. 5 കൊല്ലം കഴിഞ്ഞാണ് വൈറസ് കണ്ടുപിടിച്ചത് പോയത്. പിന്നെ നിങ്ങൾക്കറിയാം, സ്പാനിഷ് ഫ്ലൂ 5 കൊല്ലം കഴിഞ്ഞാൽ വാക്സിൻ കണ്ടുപിടിച്ചത്.
5 കോടി ആളുകൾക്ക് ഇത് അത്രയൊന്നും ആയിട്ടില്ല. ഇപ്പോൾ വാക്സിൻ കണ്ടുപിടിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഓക്സ്ഫോർഡ് അത് നമുക്കറിയാം. നമ്മുടെ പൂനെയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്നു. ഭാരത് ബയോമെഡിക്കൽസ്, ICMR നമ്മുടെ രാജ്യത്തോട് ഡെവലപ്പ് ചെയ്തു. ആ ഡെവലപ്പ് ചെയ്ത വാക്സിൻ ഇതിപ്പോൾ സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് പറയുന്നു. റഷ്യ ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്തു, സ്പുട്നിക് 5. അതുകൂടാതെ ഫൈസർ അമേരിക്ക ഒരെണ്ണം ഡെവലപ്പ് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ കച്ചവടം മുഴുവൻ വാക്സിനായി മാറിയിരിക്കുന്നു. പക്ഷെ മഹാമാരി ഇന്നും കേരളത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ മഹാമാരി നിങ്ങളെപ്പോലുള്ള പ്രതിഭാശാലികളെ ഒരിക്കലും ആക്രമിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രതിഭാ സംഗമം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ജയ് ജയ്. ഈ പരിപാടിയുടെ അടുത്ത സെക്ഷൻ കലാ, സാംസ്കാരിക, സാമൂഹ്യ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകളെ ബഹുമാനപ്പെട്ട ആദരിക്കുന്നതായിരിക്കും. പേര് വിളിക്കുന്നവർ അത് സ്വീകരിക്കണമെന്ന് നീതമായി അറിയിക്കുന്നു. അപ്പം പിന്നെ ആദ്യം വിളിച്ചോ ആയിട്ടില്ല. ഒരാൾ ശരി ആദ്യമായി നമ്മൾ ആചരിക്കാൻ പോകുന്നത് ബാലകൃഷ്ണൻ കെ, മുൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ. ബാലകൃഷ്ണൻ MP, ആദ്യകാല യൂത്ത് കോൺഗ്രസ് പള്ളിക്കര മണ്ഡലം പ്രസിഡന്റ്, ഉദ്മ ബ്ലോക്ക് ട്രഷറർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായി പ്രവർത്തിച്ചു വരുന്നു. സ്നേഹാദരവ് യൂത്ത് കോൺഗ്രസ് പള്ളിക്കര മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ ബാലകൃഷ്ണൻ MP സ്നേഹാദരവ്. അടുത്ത ശിവാനി P. തച്ചങ്ങാട്, ആദ്യകാല യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്, അധ്യാപകൻ. 1987 മുതൽ 2020 മാർച്ച് വരെ അധ്യാപക മേഖലയിൽ പ്രവർത്തനം. വിവിധ സ്കൂളുകളിൽ സേവനമനുഷ്ഠിച്ചു ജീവിച്ചു. സ്നേഹാദരവ് യൂത്ത് കോൺഗ്രസ് പള്ളിക്കര മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ സ്നേഹാദരവ്. അടുത്തതായി അരവിന്ദൻ കൊടുക്കണം, സിനിമ ഡ്രാമ ആക്ടർ. കാങ്കളി തിയേറ്റേഴ്സ് നാടകത്തിൽ നിന്നും തുടക്കം, പിന്നീട് കണ്ണൂർ സംഘചേതന, തിരുവനന്തപുരം KD, KPAC എന്നീ നാടക സമിതികളിൽ പ്രവർത്തിച്ചു. 13 സിനിമകളിൽ അഭിനയിച്ച് കാൽച്ചിലമ്പ്, തൊണ്ടിമുതൽ സാക്ഷി, ഷാജിയൻ കരുണിന്റെ ഓള് എന്ന അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ച പാപ്പിയം തുടങ്ങിയ 13 സിനിമകളിൽ അഭിനയിച്ചു. കൂടാതെ വർഷങ്ങൾക്ക് മുമ്പ് പ്രിയദർശിനി തച്ചങ്ങാടിന് വേണ്ടി നാടക മത്സരത്തിൽ ബെസ്റ്റ് ആക്ടർ തച്ചങ്ങാട് സ്കൂളിൽ നിന്നും അഭിനയത്തിന്റെ ബാലപാഠം പഠിച്ച് അഭിമാന പുരസ്കാരം അരവിന്ദന്റെ സ്നേഹാദരവ് യൂത്ത് കോൺഗ്രസ് പള്ളിക്കര മണ്ഡലം കമ്മിറ്റി. ചന്ദ്രൻ കരുവാക്കോട്, വർഷമായി ജ്വാലാപുരം എന്ന നാടക സമിതിയുടെ നാടക പ്രവർത്തനം. 3 തവണ സംസ്ഥാനത്തെ നാടക മത്സരത്തിൽ മികച്ച നടന്റെ അവാർഡ്, സംസ്ഥാന ഉത്തരമേഖല അഭിനയിച്ച നാടക മത്സരത്തിൽ 20 തവണ മികച്ച നടൻ, അഭിനയിച്ച നാടക മത്സരങ്ങളിൽ പേഴ്സോണ, തെലങ്ക്, ഹിജറ, പരയാക്രമ പ്രവേശനം, യോഗ്യരാഷ്ട്രം തുടങ്ങിയ ടാബ്ലോ തുടങ്ങിയ ജോലി, അങ്ങനെ നിരവധി നാടകങ്ങളിൽ അഭിനയിച്ച് നാഷണൽ ലെവലിൽ നിരവധി സമ്മാനങ്ങൾ ഏറ്റുവാങ്ങിയ ചന്ദ്രൻ കരുവാക്കോട് സ്നേഹാദരവ് യൂത്ത് കോൺഗ്രസ് പള്ളിക്കര മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി.
Okay, finish. അടുത്തായി ജിഷ്ണു കെ 22ാമത് ജില്ലാ തൈക്കാണ്ടോ ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ വിഭാഗം സിൽവർ മെഡൽ നേടിയ ജിഷ്ണു കെ സ്നേഹാദരം. ഇരുപത്തിരണ്ടാമത് ജില്ലാ ചാമ്പ്യൻഷിപ്പ് ജൂനിയർ വിഭാഗം തൈക്കൊണ്ടോയിൽ കഴിവ് തെളിയിച്ച പ്രശാന്ത് പി എം ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് പള്ളിക്കര മണ്ഡലം കമ്മിറ്റിയുടെ സ്നേഹാദര വാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അടുത്തതായി പ്രിയപ്പെട്ട മൗൽ അബ്ബാസ് കാസർഗോഡ് ജില്ലയിലും UAE-യുമായി ഷോട്ട് പുട്ട് ഡിസ്കസ് ഇനങ്ങളിൽ തനതായ കഴിവ് തെളിയിച്ച കായിക താരം. കേരളോത്സവത്തിൽ കാസർഗോഡ് ജില്ലയെയും കേരള സംസ്ഥാനത്തെയും പ്രതിനിധീകരിച്ചു ഈ നാടിന്റെ കായിക ഭൂപടത്തിൽ സ്വന്തം പേരിനൊപ്പം കായിക ഇനത്തിന്റെ പേര് കൂടി കൂട്ടിച്ചേർത്ത മൗലിന്റെയും ഈ പ്രദേശത്തിന്റെയും അഭിമാനമായ കായിക താരം ഷോട്ട് അബ്ബാസ് എന്ന് പറയുന്ന മൗൽ അബ്ബാസ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സ്നേഹാദരവ് ബഹുമാനപ്പെട്ട ജനകീയ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP അവർ നൽകുന്നു. സ്നേഹാദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീ മൗൽ അബ്ബാസിനെ ആദരവോടുകൂടി ക്ഷണിക്കുന്നത്. അടുത്തായി അഖിലേഷ് കെ മട്ടായി സംസ്ഥാന വടംവലി ടീമിൽ 640 kg വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട അഖിലേഷ് കെ മട്ടായി സ്നേഹോപാരം യൂത്ത് കോൺഗ്രസ് പള്ളിക്കര മണ്ഡലയുടെ കമ്മിറ്റിയുടെ പേരിൽ സ്നേഹോപാരം അഖിലേഷ് മട്ടായി. പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ തമിഴ്നാടിന്റെ അഭിമാനം ആനന്ദൻ യശോദാപതിയുടെ മകനായ അക്ഷയ് ടി ആനന്ദൻ സ്നേഹോപാരം യൂത്ത് കോൺഗ്രസ് പള്ളിക്കര മണ്ഡലയുടെ കമ്മിറ്റിയുടെ പേരിൽ സ്നേഹോപാരം. അക്ഷയുടെ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട്. ആനന്ദൻ പ്രിയപ്പെട്ടവരെ, ഗവൺമെന്റ് ഫോക്ലോർ അവാർഡ് നേടി പള്ളിക്കരയുടെ അഭിമാനമായി മാറിയ തിലമ്പ് നൃത്തത്തിൽ അഭിമാനമായി മാറിയ ഈ നാടിന്റെ പ്രിയപുത്രൻ ശ്രീരാമ അങ്കിത്തായ തച്ചങ്ങാടിനും സ്നേഹോപഹാരം നൽകാൻ കോൺഗ്രസ് പള്ളിക്കര മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചെടുത്തു. അദ്ദേഹം ഡോക്ടറേറ്റ് കൂടി തിലമ്പ് നൃത്തത്തിൽ നേടിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ സ്നേഹാദരവും പള്ളിക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ വക നേരുകയാണ്. അദ്ദേഹം ഈ പരിപാടികളിലെ ആശംസ അർപ്പിക്കുകയും എത്താനുള്ള അസൗകര്യം അറിയിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരൊരു ആദരവ് ഈ ക്യാമ്പിൽ അറിയിക്കുന്നത്.
ബാലകൃഷ്ണൻ കെ, മുൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ, പ്രിയദർശി തച്ചനാടിന്റെ ഏറ്റവും നല്ല ഫുട്ബോൾ കളിക്കാരന്. 1988 കേരള പോലീസിൽ ജോയിൻ ചെയ്യുകയും 2015 SI ആയി പ്രൊമോഷൻ കിട്ടി. മധ്യവൽക്ക, മഞ്ചേശ്വരം, കാസർഗോഡ്, കണ്ണൂർ, വൽപട്ടണം എന്നീ സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചു. 31/10/2001 കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ നിന്നും വിരമിച്ച്. സ്നേഹോപായം ബാലകൃഷ്ണൻ കെ. ബാലകൃഷ്ണയ്ക്ക് ഇവിടെ എത്തിയില്ല. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇവിടെ എത്തുന്ന അറിയിച്ചിരിക്കുന്നു.